സർ, കഴിഞ്ഞ ദിവസം NSS ഒരു പ്രതിഷേധം തിരുവനന്തപുരത്ത് നടത്തി. അതിൽ സുകുമാരൻ നായരെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ അതിൽ പല വിവാദങ്ങളും എന്ന് വെച്ചാൽ NSS, BJP, പിന്നെ സതീശൻ ഇതൊക്കെ പരാമർശിച്ചിരുന്നു. പക്ഷെ ഇതിൽ സുരേഷ് ഗോപി ആരാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ എന്താണ് ഇതിനകത്തെ വാസ്തവം? എന്താണ് ഈ NSSന് സുരേഷ് ഗോപിയോടുള്ള ഒരു പ്രശ്നം? NSSന് സുരേഷ് ഗോപി ചോദിച്ചൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിലല്ലേ സുരേഷ് ഗോപി ചോദിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ NSSന്റെ ഡൽഹിയിലെ മന്നം പ്രതിമ അനാച്ഛാദനവും സമാന്തരം ഒരു NSS എന്നുള്ള പോലെ ഉപരാഷ്ട്രപതിയും അല്ലെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ വന്നിട്ട് സംസാരിച്ചില്ല. നമ്മൾ ഒത്തിരി വട്ടം സംസാരിച്ച. പിന്നെ ഇദ്ദേഹം ആരോപിച്ച ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കാണാൻ അനുവദിച്ചില്ല. അപ്പോൾ ഇനി മുഖ്യമന്ത്രി എൻ്റെ ഫോട്ടോ മാത്രമേ കാണത്തുള്ളൂ എന്നാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മരിച്ചോ, ഫോട്ടോ മാത്രം കാണാൻ എന്നുള്ള രീതിയിൽ തിരിച്ച് ട്രോളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ NSSന്റെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരുപക്ഷെ NSSന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതിരുന്നാൽ പിന്നെ ആ ഭരണം പോലും ഒരു കാലത്ത് കേരളത്തിൽ തുലാസിലാവുന്ന ഒരു അവസ്ഥയും ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയും അത്തരത്തിൽ NSSനെ പ്രതിസന്ധിയിലാക്കിയ NSSന്റെ താല്പര്യത്തിന് നിൽക്കാത്ത മുഖ്യമന്ത്രിമാരൊക്കെ തറയിൽ വീണിട്ടുള്ള അത്രയ്ക്ക് ബലമുള്ള ഒരു സംഘടനയും അത്രയ്ക്ക് കേരള രാഷ്ട്രീയത്തെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് NSSന്റെ ജനറൽ സെക്രട്ടറി പറയും, എനിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ലേ എന്ന് നിലവിളിക്കുന്നത്. അതായത് ഒരു വല്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ അപജയം. അതായത് നിങ്ങളെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഒന്നുമല്ല, അല്ലെങ്കിൽ നാരായണ പണിക്കർ നിയന്ത്രിച്ചാൽ നിൽക്കുന്നതല്ല ഇപ്പോഴത്തെ നായന്മാരെന്നുള്ളതിൽ അതിൻ്റെ അർത്ഥം. NSS സമൂഹത്തിൽ NSSന് ഒരു വിലയുമില്ലാതായി. അതാണ് അയാൾ കാണിക്കുന്നത്. അപ്പൊ അതിനെതിരെ പുള്ളിക്കെതിരെ അല്ലെ പുള്ളിക്ക് അനുകൂലമായിട്ട് ജാഥ നടത്തുക, അതും നാണക്കേടല്ലേ. ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ലെന്ന് പറഞ്ഞ് റോഡേ ഇറങ്ങി നടക്കുന്ന ഒരവസ്ഥ. ഈ നടക്കുന്നവർ ഇയാളുടെ ആൾക്കാരായിരിക്കും, അവർക്ക് അയാൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടും. പക്ഷെ നടക്കുന്ന 200 പേരല്ലല്ലോ നായന്മാർ എന്നുള്ളത്. അപ്പം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത്, അദ്ദേഹത്തിന് എല്ലാവരെയും പുച്ഛമാണ്. മുഖ്യമന്ത്രി ആരാ, സതീശൻ ആരാ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ആരാ, ഉപരാഷ്ട്രപതി ആരാ, ആരും പുള്ളിയുടെ മുമ്പിലൊന്നുമല്ല. പുള്ളി ആരാ, അത് സ്വയം പുള്ളിയും ചോദിക്കുന്നതല്ല. ഈ സുരേഷ് ഗോപി ആരാന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയെ നമുക്കറിയാം. ഇപ്പം സുരേഷ് ഗോപി ആരാന്ന് അറിയണമെങ്കിൽ സുകുനായര് ചുമ്മാ ഒന്ന് ചികഞ്ഞു നോക്കുമ്പോഴേ സുരേഷ് ഗോപി ഒരു സഹനടനായിട്ട് വന്നു, വില്ലനായിട്ട് വന്നു, നായകനായിട്ട് വന്നു, സൂപ്പർ സ്റ്റാറായി. ഏറ്റവും നല്ല നടന് അദ്ദേഹത്തിന്റെ രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അദ്ദേഹത്തെ പറ്റി പരിചയം, ഇയാളെ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ജനസേവനവും അല്ലെങ്കിൽ ജനത്തിന് താല്പര്യം, ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. ജാതിയില്ല, പാർട്ടിയില്ല, പ്രദേശമില്ല, മതമില്ല, അദ്ദേഹം അതുപോലെ സഹായിക്കുന്ന ആളാണ്. പുള്ളിക്ക് ബോധ്യപ്പെട്ടു. പുള്ളിയെ സഹായിക്കുന്നതിനകത്ത് സഹായിച്ചുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു അപേക്ഷ നിരസിച്ചാൽ, അത് പുള്ളിക്ക് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിലേ നിരസിക്കത്തുള്ളൂ. നിരസിച്ചാൽ അത് വാർത്തയും. അപ്പം പുള്ളിയെ ഉപദ്രവിക്കാൻ ആളുണ്ട്. അദ്ദേഹത്തിന്റെ സഹായവും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹമായിട്ടും പറയാറില്ല. അപൂർവം ചില കാര്യങ്ങൾ ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം ഒരു സഹായം നിരസിച്ചാൽ അനർഹനായിട്ടുള്ള ഒരാളാണെങ്കിൽ അന്ന് വാർത്ത വരുന്നുണ്ട്. നമുക്കറിയാം, ഇദ്ദേഹം ഈ നമ്മുടെ അട്ടപ്പാടിയിൽ ഈ അവിടെ ഒരു പ്രാവശ്യം ആദിവാസികളെ സന്ദർശിച്ച സമയത്ത് അവിടെ ഇദ്ദേഹം രണ്ട് കാര്യത്തിന് പോയപ്പോൾ അവിടെ ആദിവാസികൾ ഇങ്ങനെ വെള്ളം ചുമ്മുന്നു. പുള്ളിയാണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾ വെള്ളം, അത് താഴെ അറ്റത്തുനിന്ന് വെള്ളം ചുമ്മണം. ഒരു രാഷ്ട്രീയ പാർട്ടികളും അത് ഗവനിക്കുന്നില്ല. കാലങ്ങളായിട്ട് ഈ ആദിവാസികളില്ല. അപ്പോൾ അതുങ്ങളെ ഗവനിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ വോട്ടിൻ്റെ എണ്ണം നോക്കുമ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ അവരെ സമയം വരുമ്പോൾ പറ്റിക്കാൻ പറ്റുമായിരിക്കും. ഇത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമൂഹത്തെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തോ, അദ്ദേഹത്തിന് മനസ്സിലായി ഇവരുടെ കഷ്ടത. അയാൾക്ക് അവിടെ അട്ടപ്പാടിയാ, അയാൾക്ക് അവിടെ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റത്തില്ലെന്ന് അയാൾക്കറിയാം. അയാളുടെ പാർട്ടിയല്ല അവിടെ ഉള്ളത്, പറ്റൊന്നുമില്ല. അയാൾ അവിടെ ഒരു ഗ്രാമത്തിന് മൊത്തവും താഴെ അറ്റത്തുനിന്ന് വെള്ളം മേളിലെത്തിച്ച് പൈപ്പിട്ട് കൊടുക്കും. ആ ഗ്രാമത്തിന്റെ പേര് ഇപ്പൊ സുരേഷ് ഗോപി എന്നാ. ആ നാട്ടുകാർ ആ ഗ്രാമത്തിന് പേരിട്ടേക്കുന്നത് സുരേഷ് ഗോപി എന്നാ. മനസ്സിലാവുന്നത്. അതുപോലെ എൻഡോസൾഫാൻ ദുരിതബാധ, എൻഡോസൾഫാൻ ദുരിതബാധയ്ക്കകത്ത് പുള്ളി അവിടെ ചെന്നിട്ട് അവരുടെ താല്പര്യത്തിന്, അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ ആ കുറവുകൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, മറ്റ് പല കാര്യങ്ങൾ ഇതിനകത്ത് വേറൊരാൾ ഇടപെടുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് പുള്ളി ഇടപെടും. ഇതൊന്നും ആരും പറഞ്ഞു. ഇതൊക്കെ പത്രങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കൊണ്ടുവരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഉള്ള BJP ആകുമ്പോഴത്തെ പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ പുള്ളിയുടെ കാര്യം ഒന്നും കൊണ്ടുവരത്തില്ല. മനസ്സിലായി. എന്നാലും ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എത്ര പൊതിഞ്ഞു വെച്ചാലും ചിലപ്പോൾ വെളിയിൽ വരുമല്ലോ. അതുപോലെ തന്നെ ഇപ്പം സന്ധ്യ പറഞ്ഞൊരു കാര്യമുണ്ട്. 2000-ൽ ഓർക്കുന്നുണ്ടോ? 2000 എയ്ഡ്സ് ബാധിച്ച് കണ്ണൂരെ 2 കുഞ്ഞുങ്ങൾ
2000-ലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഉൾപ്പെടെയുള്ളവർക്ക് എയ്ഡ്സിനെ പറ്റി ഒരു അജ്ഞതയുണ്ട്. എയ്ഡ്സ് വന്നവനെ നമ്മൾ ലോകത്ത് പണ്ടക്കാലത്ത് വസൂരി വന്നവനെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ട് കത്തിച്ചിരുന്ന ഒരു കാലം പോലെ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ. റോഡേ പോകുന്നവനെ അല്ലെങ്കിൽ അവന്റെ കൂടെ ഭക്ഷണം കഴിച്ചാലേ അവനെ തൊട്ടാലേ ആ രീതിയിൽ പകരുന്ന ഒരു രോഗമാണെന്നും ഇത് ഭയങ്കര കുഴപ്പമാണെന്നുള്ള രീതിയിൽ പ്രചരണം. അതായത് യഥാർത്ഥത്തിൽ അതിനെപ്പറ്റിയുള്ള ഒരു ബോധവും ഒന്നും ആൾക്കാർക്ക് ഇല്ലാത്ത സമയത്താണ് കണ്ണൂര് ഒരു സ്കൂളില് ആ സ്കൂളിലെ രക്ഷിതാക്കൾ മൊത്തവും കൂടെ പ്രകടനമായിട്ട് വന്നിട്ട് ആ സ്കൂളിന്റെ ഗേറ്റ് അടച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ അറിയാതെ താൻ അച്ഛനോ അമ്മയ്ക്കോ എങ്ങനെയോ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, എന്തുവായാലും അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് എയ്ഡ്സ് ആയിപ്പോയി. കുഞ്ഞുങ്ങൾക്ക് എയ്ഡ്സ് എന്തുവാണെന്നറിയാമോ? അവരെന്തോ പാപം ചെയ്തെന്നറിയാമോ? ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിൽ അവരെ അവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് പ്രകടനം. ഈ സുരേഷ് ഗോപി ഇത് പത്രവാർത്തയിൽ കൂടി അറിഞ്ഞു. പത്രവാർത്തയിൽ കൂടി അറിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ആ വീട്ടിൽ ചെന്ന് ആ കുഞ്ഞുങ്ങളെ എടുത്ത് നേരെ വന്ന് അവിടെ വന്നിട്ട് ആ പ്രതിഷേധക്കാരുടെ മുമ്പ് ഇവിടെ ഇയാള് ഗേറ്റ് തുറന്ന് അവിടെ കയറിയിട്ട് അത് വലിയ വാർത്തയാണ്. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അയാൾ ഉമ്മ കൊടുത്തിട്ട് ഇതിന്റെ അല്ലെങ്കിൽ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് ഇങ്ങനൊന്നും പകരുന്നതല്ല, മാത്രമല്ല നിങ്ങള് ഈ കുഞ്ഞുങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് നിങ്ങൾ ഇവരെ ശിക്ഷിക്കുന്നത്? അവർക്കിത് എന്തുവാണെന്നറിയോ? എന്തിനു വേണ്ടിയാണെന്നറിയോ? നിങ്ങളുടെ ഒക്കെ അമ്മയെ ഉൾപ്പെടെ അവര് അമ്മയും അല്ലെങ്കിൽ അവരുടെ അമ്മയും അച്ഛനും കാണുന്ന പോലെ കാണുകയും ഈ കൂട്ടുകാരെ അവരുടെ രീതിയിൽ കാണുകയും അപ്പൊ അവർക്ക് മനസ്സിലാവുകയും അവർ ആ പ്രതിഷേധത്തിന് പിന്മാറുകയും ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് അന്ന് പിന്നെ ആ ഗ്രാമത്തിൽ ഇതുപോലെ അവജ്ഞയില്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി നിർത്താതെ വളരാൻ സാധിക്കും. ഇപ്പൊ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉണ്ടാവും ആ രീതിയിലുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ പ്രവർത്തിച്ച ഒരാളായി ഈ സുരേഷ് ഗോപി അല്ലെങ്കിൽ ഇപ്പോഴും സമൂഹത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വലിയ സെലിബ്രിറ്റിയാ. 5 കൊല്ലം അദ്ദേഹത്തെ MP ആക്കി. എന്താ നായർ കേൾക്കാനായി പറയുന്നത്. അതിനുശേഷം 5 കൊല്ലം ഇപ്പൊ അയാൾ MP ജനം തെരഞ്ഞെടുത്ത MP ആയിട്ട് നിൽക്കുക. കേന്ദ്രമന്ത്രിയായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിയായിട്ട് നിൽക്കുക. സുരേഷ് ഗോപി ആരാ ചോദിച്ചാലുള്ള മറുപടി. ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനെ സുരേഷ് ഗോപി ആരാ? സതീശൻ ആരാ? ഉപരാഷ്ട്രപതി ആരാ? പുള്ളി ആരാ? മനസ്സിലായില്ലേ? ഇയാൾക്ക് ഞാനൊരു അഞ്ചിച്ചിട്ടേ ഇപ്പം വലിയ ഞാൻ പറയാം, NSSന്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തെ പറ്റിയുള്ള പറച്ചിൽ എന്തുവാ? പൊതുവെ ഏതെങ്കിലും ഒരു നയമാറ്റം ചോദിച്ചു നാരായണ പണിക്കർക്ക് ചായ മേടിച്ചു കൊടുത്ത് വന്ന് സെക്രട്ടറി ആയതാന്നുള്ളതല്ലേ പുള്ളിയെ പറ്റിയുള്ള പറച്ചിൽ? അല്ല ഇത് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ചോദിച്ചു നോക്ക്. നമ്മളിത് വാർത്തയ്ക്കകത്തൂടെ പറയണ്ട. എന്റെ ഉള്ളിലിരിക്കുന്ന ബോധ്യത അർഹത ഇല്ലാത്തവൻ NSS ജനറൽ സെക്രട്ടറി ആവാൻ അല്ലെങ്കിൽ ഇല്ലാത്തവൻ അല്ലെങ്കിൽ ഇതുപോലെ ആരുടെയും കൈയും കാലും ഒക്കെ പിടിച്ച് അതിന്റെ മുകളിൽ വന്നവൻ, അതുപോലെ NSSനെ വളരെ കൃത്യമായിട്ട് അവരുടെ താല്പര്യത്തിന് ഉപയോഗിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ബന്ധുമിത്രാദികളെ ഇങ്ങനെയുള്ള ആൾക്കാർ മൊത്തം NSSന്റെ ആനുകൂല്യത്തിൽ ഇയാൾ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് അതിനകത്ത് ജോലിയും മേടിച്ച് മറ്റു താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. അതുപോലെ നായന്മാരുടെ പ്രസ്ഥാനങ്ങൾ 1 രൂപ അല്ലെങ്കിൽ പിരിച്ച് ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനങ്ങൾ, സ്കൂളായാലും കൊള്ളാം, കോളേജായാലും കൊള്ളാം, പോളിടെക്നിക്കിലായാലും കൊള്ളാം, ആശുപത്രി ആയാലും കൊള്ളാം, ഇതെല്ലാം ശോചനീയാവസ്ഥ, നാളെ കാലത്ത് ഇല്ലാതാവുന്ന ഒരവസ്ഥ. ഇതിന്റെ എല്ലാം വരുമാനം എടുത്ത് സുഖിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ. അതാണ് പുള്ളി. ബാക്കിയുള്ളവർ ആരാന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇപ്പൊ സുരേഷ് ഗോപിയെ ഞാൻ മാത്രമേ വന്നുള്ളൂ. വേണമെങ്കിൽ VD സതീശനെയും പറയാം. VD സതീശൻ എന്തോ മോശക്കാരനാണ്. സ്വന്തമായിട്ട് പടവെട്ടി സമൂഹത്തിന് വേണ്ടി ഇറങ്ങി 10-25 കൊല്ലം MLA ആയി പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആളാ. ആരാ VD സതീശൻ ചോദിച്ചാൽ അയാളെ പറ്റി ഇതുപോലെ കഥയുണ്ട് പറയാൻ. ചുമ്മാ ഒന്നാവുന്നില്ല. അപ്പൊ ഇയാള് ഞാൻ ചോദിച്ചോട്ടെ, MP ഒരു ലോക്സഭയിൽ MP ആവണമെങ്കിലേ നാട്ടുകാർ വോട്ട് ചെയ്യണോ? എത്ര ലക്ഷം? 10 ലക്ഷം 15 ലക്ഷം പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നവരിടത്തുനിന്ന് ഇങ്ങേർക്ക് ഇപ്പം NSSന് അതിങ്ങൾ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന എന്തുകൊണ്ടാ? അതിനകത്തൊരു രാജ്യസഭാ സംവിധാനം ഉള്ളതുകൊണ്ടും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ജനാധിപത്യമേ ഉള്ളൂ. വെളിയിൽ നിന്ന് വോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റുന്നത്. ഞാൻ ചോദിച്ചിട്ട് NSS, ഞാൻ ഉൾപ്പെടെയുള്ള NSSന്റെ കരയോഗത്തിലെ മെമ്പറാണ്. NSSലെ കരയോഗത്തിലെ മെമ്പർമാർക്കെല്ലാം കൂടെ വോട്ട് ചെയ്യാനൊരു അവകാശവും ഈ നാരായണ പണിക്കരെ അടുത്ത ജനറൽ സെക്രട്ടറി ആക്കണമെന്ന് വിചാരിച്ചു വെളിയിലെങ്ങും പുള്ളി മത്സരിക്കട്ടെ. ആരാരും സുരേഷ് ഗോപി ആരാൻ ചോദിച്ചു വെളിയിലെങ്ങും മത്സരിക്കും. NSSനകത്ത് തൻ്റെ ഇടം ഉണ്ടോ? ഈ NSSന്റെ മെമ്പർഷിപ്പ് ഉള്ളവരെല്ലാം കൂടെ വോട്ട് ചെയ്യുക, എന്നെ വേണോ വേണ്ട തീരുമാനിക്കുക. ഇയാളൊന്ന് മത്സരിക്കരുത്, ഇയാൾക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് അത് അന്നേരം പുള്ളിക്ക് മനസ്സിലാവും പുള്ളി ആരാണ്. അല്ല, തമാശ പറഞ്ഞല്ല, താല്പര്യം. അപ്പൊ അതുകൊണ്ട് ഇയാൾ ഒന്നുമല്ല, ഇയാള് സ്വയം ഇയാൾക്കെതിരെ നിൽക്കുന്നവര് ഇയാള് നമ്മൾ പറയത്തില്ല കുണ്ടി കുണുക്കി പക്ഷി,
ഈ കുണ്ടിയുണിക്ക് പക്ഷേ കണ്ടില്ലേ, ഈ പുള്ളി അതിന്റെ ഒരു ഈ വാലും എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ കുണുക്കുമ്പോൾ ഇതിന്റെ വിചാരി ലോകം മൊത്തം ഇതിന്റെ കൂടെ കുലുങ്ങുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള കുണ്ടിയുണിക്ക് പക്ഷി. അർഹതയില്ലാത്തവന് ഒരു കസേര കിട്ടിയാൽ അവൻ ഏതെല്ലാം മേഖലയിൽ നിൽക്കും, ഏതെല്ലാം അഹങ്കാരം കാണിക്കും, അല്ലെങ്കിൽ അതിനകത്തിരുന്ന് എന്തെല്ലാം കാണിക്കാൻ പറ്റും അത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അർഹതയുള്ളവരൊരു കസേര ഇരുന്നാലേ അതിനകത്ത് ആ കസേരയ്ക്ക് അതിന്റെ വിലയും അതിന്റെ മാഹാത്മ്യവും ഒക്കെ കിട്ടും. ആരെയും കാണുമ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ വേറൊരാളെ കാണുമ്പോൾ പുച്ഛിക്കത്തില്ല. എനിക്ക് കുറവില്ലെന്ന് എനിക്ക് ബോധ്യം വന്നാൽ വേറൊരാളെ കാണുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ വരത്തില്ല. ഇദ്ദേഹത്തിന് കുറവുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ ധാരണ. അതുകൊണ്ട് ഉപരാഷ്ട്രപതിയെ കാണുമ്പോൾ ചൊറിയും, മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചൊറിയും, സുരേഷ് ഗോപിയെ കാണുമ്പോൾ ചൊറിയും, ആൾക്കാരെ എല്ലാം കാണുമ്പോൾ ചൊറിയും. പുള്ളിയുടെ വിചാരം ഇവരെല്ലാം എന്നെക്കാട്ടി മേളിലാണ്, എന്നെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ തോന്നി അത് അങ്ങേരുടെ കുഴപ്പമല്ല. അയാൾ അറിയാതെ ആരുടെയെങ്കിലും കൈയും കാലും ഒക്കെ പിടിച്ച് അർഹതയില്ലാതെ, സ്വയം ബോധ്യമില്ലാതെ, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ബോധ്യമുള്ളപ്പം അതിൻ്റെ തട്ടിയെടുത്ത് അതിൻ്റെ പുറത്ത് കയറിയിരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോയെന്ന് സ്വയം തോന്നലിൻ്റെ പ്രശ്നമായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇയാൾ മുഖാന്തരം ഈ നായന്മാർക്ക് ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വില പോലും പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. കാരണം ഇപ്പൊ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി കാണുന്നില്ലെന്നും പറഞ്ഞ് പരാതി പറയും. NSSന്റെ ജനറൽ സെക്രട്ടറിമാരുടെ ഇത്രയും കാലം പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിമാർ അങ്ങോട്ട് പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിച്ച് ഇരുന്നു പോകുന്ന ഒരവസ്ഥ. അതിനപ്പുറം അങ്ങനെ പോയില്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള കേരളത്തിലാണ് ഞാൻ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി വന്നില്ലേ, ഞാൻ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി ഫോൺ എടുത്തില്ലേ, എനിക്ക് കാണാൻ ഒരു അവസരം തന്നില്ലേ എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ് പരിഹാസ്യനാകുന്ന ഒരു NSS ജനറൽ സെക്രട്ടറി. അത് ഇത്രയ്ക്ക്, അതായത് NSSനെയും നായന്മാരെയും കൊണ്ട് ഇനി ഇടാനൊരിടമില്ല. അവർക്കുണ്ടായിരുന്ന അന്തസ്സും ആഭിജാത്യവും എല്ലാം കളഞ്ഞു കുളിച്ച ഒരു സെക്രട്ടറി. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തൊക്കെ പാടുണ്ടെന്ന് അറിയാം. ഏതായാലും ഇത് ഒന്ന് ഒടുങ്ങി അല്ലെങ്കിൽ ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. ഒടുങ്ങി കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ, ഒന്ന് മാറി സ്വയം. കാരണം ഇത്രയൊക്കെ ആയില്ല, 84 വയസ്സായി, സുഖിച്ചു, താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചു, വേണ്ടതെല്ലാം കൈയടക്കി, ഇനി മാറി ഈ പ്രസ്ഥാനം ഒന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സ്വയം ഒഴിയുവാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയിട്ടെങ്കിലും ഈ പ്രസ്ഥാനത്തോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മനസ്സിലായി. ഇയാള് പറഞ്ഞ രാഷ്ട്രപതിയെ കയറ്റാത്ത പട്ടിയുടെയാന്ന്. NSSന്റെ ഉണ്ടാക്കിയ ആളുടെ കൊച്ചുമോനെ കയറ്റാത്ത പട്ടിയെ പേടിച്ചൊന്നും അല്ലല്ലോ. ആരാണ് അത് മന്നത്ത് പത്മനാഭന്റെ കൊച്ചുമോനെ അവിടെ അല്ലെ കുടുംബക്കാരെ അവിടെ കയറ്റിയില്ല. അപ്പൊ അത് പട്ടിയൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ അതല്ല, താല്പര്യങ്ങളാണ്, പ്രശ്നങ്ങളാണ്, സ്വന്തം താല്പര്യം മാത്രമാണ് പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ ഇനിയെങ്കിലും. കാരണം ഇയാൾ പറയല്ലേ NSSന്റെ ജീവനാണ്, മന്ന സമാധി എൻ്റെ അമ്പലമാണ്, അങ്ങനെ ആകെ ഇയാൾ ഒഴിഞ്ഞു പോകും.